ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേണുവാണെങ്കിൽ സാറിനെ കാണാനായിട്ട് അവിടെ നിൽക്കുക. സാറ് വന്നപ്പം സാർ അവളെ ഓടിച്ചോന്ന് ചോദിച്ചു. ഓടിച്ചു, അവളെയല്ലേ എന്നെ. സാർ എന്തായി പറയുന്നത്? അതേടോ എന്നും പറഞ്ഞ് കാര്യങ്ങളെല്ലാം പറയുക. പിന്നെ നമ്മുടെ നന്ദുവിനെയും നന്ദുവിൻ്റെ ചേച്ചിമാരെ പറ്റിയൊക്കെ പറയുക. അപ്പോൾ അവളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾക്കത് കേട്ടല്ലേ പറ്റൂ, അതായത് മൂർത്തി മുത്തശ്ശനെ കേട്ടല്ലേ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ അവൾക്കെതിരെ മുകളിലോട്ട് റിപ്പോർട്ടൊന്നും കൊടുത്തില്ലേ സാറിന് ചോദിച്ചു. അതൊക്കെ കൊടുത്തിട്ട് എന്താടോ കാര്യം? എന്നെ ഇരുട്ടി വെളുക്കുന്നതിന് മുന്നേ ഇവിടുന്ന് മാറ്റാൻ പറ്റിയവർക്ക് അവളെ അവിടെ നിലനിർത്താനും കഴിയും, അതെനിക്കറിയില്ലേ എന്ന് ചോദിച്ചു. എന്ത് വില കൊടുത്തും അവളെ പുറത്താക്കണമെന്ന് ഞാൻ കരുതിയിരുന്നതാണെന്നും ആദ്യം തനിക്ക് വേണ്ടിയാണ് തുടങ്ങിയതെങ്കിലും പിന്നെ അത് എൻ്റെ ആവശ്യമായി മാറിയിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ലടോ. ഞാൻ വലിയ പ്രതീക്ഷയോടെ സാറേ ഇങ്ങോട്ടേക്ക് വന്നത്. അതിനേക്കാളും പ്രതീക്ഷയോടെയാണ് എൻ്റെ മോള് വീട്ടിൽ കാത്തിരിക്കുന്നതും. വലിയ കഷ്ടമായി പോയല്ലോ സാറേ. വേണമെങ്കിൽ താൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിൽക്കാം, പക്ഷെ ട്രെയിനിങ് കഴിഞ്ഞ് അവൾ SI ആയിട്ട് വരുമ്പോഴേ തൻ്റെ മോളെല്ലാം അറിയില്ലേ എന്ന് സാർ വേണുവിനോട് ചോദിച്ചു. അതുകൊണ്ട് ഇപ്പോഴേ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നതാണ് നല്ലതെന്ന് പറയുമ്പോൾ അവളും അവളുടെ ചേച്ചിമാരും കാരണം എൻ്റെ മോള് അവിടെ പൊറുതി മുട്ടിയിരിക്കുകയാണെന്ന് പറയുമ്പോൾ എൻ്റെ വേണു, ഞാൻ എൻ്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ച് പറയുക, അവളൊരു നിസാര പെണ്ണല്ല. ഓർക്കണം. കരുത്തന്മാർക്ക് പോലും അവൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ടേ പറ്റില്ല. ക്യാമ്പിലൊരു മല്ലനുണ്ട്, മഹേഷ് എന്ന് പറയുന്ന ഒരുവൻ. അവനുമായി ഒരു ഫൈറ്റ് ചെയ്യാൻ ഞാൻ അവളോട് പറഞ്ഞു. അവൻ്റെ കയ്യിൽ നിന്ന് 2 എണ്ണം കിട്ടട്ടെ എന്ന് കരുതിയാണ് ഞാൻ അവളോട് അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഫൈറ്റ് കഴിഞ്ഞപ്പോൾ അവനെ തവിട് പൊടിയായി. ഇവൾക്ക് ഒരു പുല്ലും ഇല്ലായിരുന്നു. അതെ എൻ്റെ പൊന്നസാറെ, 4-5 പേരെ ഒരുമിച്ച് തല്ലാൻ കഴിവുള്ളവളാണ് അവള്. അതുകൊണ്ടാണ് തന്നോട് ഞാൻ പറഞ്ഞത് അവളോടും അവളുടെ ചേച്ചിമാരോടും ഇടയാൻ തൻ്റെ മോള് നിൽക്കണ്ടാന്ന്. നോക്കിയും കണ്ട് നിൽക്കാൻ പറ. ഇന്നാലേ തൻ്റെ മോക്കളുടെ കാര്യം പോക്ക. എന്നാലും എൻ്റെ പ്രതീക്ഷയെല്ലാം തെറ്റിയല്ലോ സാറേ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നന്ദുവിൻ്റെ കൂട്ടുകാരിയും അതുപോലെ ഒരാളും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അവർ കാണുവാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ട്രെയിനർക്ക് എന്നോട് ഇത്ര ശത്രുതയെന്ന് നീ ചോദിച്ചിരുന്നില്ലേ? ആ ശത്രുതയുടെ കാരണം ഇപ്പം എനിക്ക് മനസ്സിലായി എന്ന് നന്ദു കൂട്ടുകാരിയോട് പറയുന്നു. അപ്പോൾ നമ്മുടെ ട്രെയിനറോട് സംസാരിച്ച് നിൽക്കുന്നത് എന്നെ കൊല്ലണമെന്നും പറഞ്ഞ് നടക്കുന്ന ഒരുത്തിയുടെ അച്ഛനാണെന്നും അനാമികയുടെ അച്ഛനാണെന്നും നന്ദു ഇങ്ങനെ പറയുന്നു കൂട്ടുകാരിയോടെ. അപ്പോൾ അതാണ് അവളുടെ അച്ഛൻ, അത് തന്നെയാണെന്നും പറഞ്ഞ് നന്ദു, എനിക്ക് അയാളെ നല്ല സംശയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് നീ എന്നോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ, അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെന്നും. സാരമില്ല, ഇതിനുള്ള മരുന്നൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഈ ക്യാമ്പിൽ നിന്നും ഇറങ്ങിക്കോട്ടെ എന്ന് നന്ദു പറഞ്ഞു. അയാൾ നേരത്തെ നീ വീട് കയറി തല്ലിയതല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്നിട്ടും അയാൾക്ക് മതിയായിട്ടില്ലല്ലോ തുഷാരെ. അപ്പം പിന്നെ കൊണ്ടതൊന്നും പോരാ എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന കാര്യം പറഞ്ഞുകൊണ്ട് അവരവിടെ നിൽക്കുമ്പോൾ എൻ്റെ സാറേ, ഇനിയിപ്പോൾ ഇതൊക്കെ എൻ്റെ മോളോട് ഞാൻ ചെന്ന് പറയാം. അപ്പോൾ ഇത് മാത്രം പറഞ്ഞാൽ പോരാ, സൂക്ഷിക്കണമെന്നും കൂടി പറഞ്ഞേക്കണമെന്ന് സാറ് പറഞ്ഞു കൊടുക്കുക. കാക്കിയിടാത്ത നന്ദുവിന് കരുത്ത് കൂടുതലാണ്. അപ്പോൾ പിന്നെ SI ആയിട്ടെങ്ങാനും അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ശരി സാറേ, നമുക്ക് കാണാം. പിന്നെ ഇന്ന് പാർട്ടിയൊന്നും ഇല്ലടോ. ഇടയ്ക്കൊക്കെ നമുക്ക് കൂടാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേണു അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ വേണു അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദു, ഇനി ഇയാൾ എൻ്റെ ജീവിതത്തിലേക്ക് പ്രശ്നമായിട്ട് വരാൻ പോകുന്നില്ല. എൻ്റെ ജോലി അല്ലെങ്കിൽ എൻ്റെ ഇത് തീർപ്പിക്കാൻ വേണ്ടി വേണു ഇയാൾക്ക് പണം കൊടുത്ത് തന്നെ നിർത്തിയതാണെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ വന്ന ആദ്യ ദിവസം മുതൽ നിന്നെ അയാൾ വെറുക്കേണ്ട ഒരു കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു തുഷാര. എന്തൊക്കെ പറഞ്ഞാലും അവസാനം കാരണക്കാരനെ കണ്ടെത്തിയല്ലോ എന്ന് നമ്മുടെ നന്ദു പറയുക. ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ് നമ്മുടെ നന്ദു അവിടെ നിന്ന് അങ്ങ് പോയി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വേണു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഭാര്യയും മോളും കൂടെ കാത്തിരിക്കുക. അവൾ പുറത്തായോ വേണു ഏട്ടാ എന്നും ചോദിച്ചു. പുറത്തായി. അയ്യോ, അമ്മയുടെ മക്കളുടെ ഒരു സന്തോഷം കണ്ടായിരുന്നു. പക്ഷേ അതിന് മോൾ ഇത്രയും സന്തോഷിക്കേണ്ട കാര്യമില്ല. അവൾ പുറത്താകുന്നത് പിന്നെ എനിക്ക് സന്തോഷമല്ലെന്ന് ചോദിക്കുമ്പോൾ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് പുറത്തായി, അവളല്ല ട്രെയിനർ പുറത്തായി എന്നും പറഞ്ഞുകൊണ്ട് രണ്ടും കൂടെ അമ്പരപ്പോടെ നോക്കുക. മൂർത്തി സാറിന് വലിയ പിടിപാടല്ലേ മോളെ, അങ്ങേരായിരിക്കും ട്രെയിനറെ പുറത്താക്കിയതെന്ന് രേവതി പറയുമ്പം എന്നിട്ടിപ്പോൾ പുതിയ ആൾ ജോയിൻ ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ അവൾ ട്രെയിനിങ് പൂർത്തിയാക്കിയിട്ട് ഇറങ്ങുള്ളല്ലേ എന്ന് അനാമിക ചോദിച്ചു. അപ്പോൾ അതിനാണ് സാധ്യത കൂടുതലെന്നും പിന്നെ നമ്മുടെ ഭാഗ്യത്തിനാണ് എൻ്റെ സുഹൃത്തായ ഒരാൾ അവിടെ ട്രെയിനറായിട്ട് വന്നത്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് ആരാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല എന്ന് വേണു പറഞ്ഞു. എൻ്റെ ദൈവമേ, അവൾ പരാജയപ്പെട്ട തല കുനിച്ചു വരുമ്പോൾ അവളുടെ മുന്നിലേക്ക് പോവാനിരുന്നവളാണ് ഞാൻ. ഇനിയിപ്പോൾ അവൾ പോലീസ് യൂണിഫോം ഒക്കെ ഇട്ട് തല ഉയർത്തിപ്പിടിച്ച് വരുമ്പോൾ നമ്മൾ തല താഴ്ത്തി വേണം അവളുടെ മുന്നിൽ പോയി നിൽക്കാനായിട്ട്. ഈ വാർത്ത അറിഞ്ഞ ഷോക്കിൽ നിന്നും ഞാൻ ഇതുവരെ മുക്തനായിട്ട് പോലും ഇല്ല മോളെ എന്ന് വേണു പറയുമ്പം അവളെപ്പറ്റി മോശമായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തെന്നല്ലേ നേരത്തെയുള്ള ട്രെയിനർ പറഞ്ഞിരുന്നത്. അപ്പം പിന്നെ അതിൻ്റെ പേരിൽ ആക്ഷനും കാര്യങ്ങളൊന്നും എടുക്കില്ലേ?
അതൊന്നും എനിക്കറിയില്ല എൻ്റെ മോളെ. നമ്മളൊക്കെ സംശയിക്കുന്നത് പോലെ ഈ അനന്തമൂർത്തി എന്ന് പറയുന്ന ആളാണ് പുതിയ ട്രെയിനറെ വെച്ചിട്ടുള്ളതെങ്കിൽ അനന്തമൂർത്തിക്ക് ആ റിപ്പോർട്ട് തിരുത്താനും വലിയ പ്രയാസമൊന്നും കാണത്തുമില്ല എന്ന കാര്യവും വേണു ഇങ്ങനെ അവിടെ നിന്ന് പറയണം. എന്ന് വെച്ചാൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെക്കാളും പോലീസ് ഓഫീസറെക്കാളും മുകളിലാണ് മൂർത്തി സാറെന്ന് മനസ്സിലായോ? അങ്ങേർക്ക് അങ്ങ് കേന്ദ്രത്തിൽ വരെ പിടിയുണ്ട്, അതറിയാവോ എന്ന് ചോദിച്ചു. കിളവനെ കൊണ്ട് തോറ്റിരിക്കുക ഞാൻ, എൻ്റെ പൊന്നേ എന്നും പറഞ്ഞ അനാമിക. ഒരുത്തനാണെങ്കിലോ അവൻ്റെ പഴയകാല ബന്ധത്തിൽ ഒരു കുഞ്ഞുമായിട്ട് കയറി വന്നു. എന്നിട്ട് ആ കുഞ്ഞിനെ ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, കുഞ്ഞിൻ്റെ അച്ഛനോട് അയാൾക്കോ പഴയ സ്നേഹം അതേപടി തന്നെ നിലനിർത്തി പോയിക്കൊണ്ടിരിക്കുക. ജലജയൊക്കെ അയാൾക്ക് ഇരട്ടത്താപ്പാണെന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാ മോളെ. അയാൾക്ക് ആദർശിനോടും നയനോടുള്ള സ്നേഹം മറ്റാരോടും ഇല്ല എന്നൊക്കെ ഇവർ പറഞ്ഞു. അനിയത്തിയുടെ കഷ്ടപ്പാടൊക്കെ അറിഞ്ഞിട്ട് ചേച്ചിയായിരിക്കും കിളവൻ്റെ അടുത്ത് പോയി റെക്കമെൻഡ് ചെയ്തത്. അപ്പം അങ്ങനെ ആവാനേ വഴിയുള്ളൂ. ഏതായാലും ഈ സംഭവത്തിൻ്റെ പേരിൽ ആ ട്രെയിനർക്കും ശിക്ഷ കിട്ടി. അയാളെ ആ ക്യാമ്പിൽ നിന്ന് പറപ്പിക്കുകയും ചെയ്തു എന്നും പറഞ്ഞ് വേണു അകത്തേക്ക് കയറിപ്പോയി. വേണു പോയി കഴിഞ്ഞപ്പം അവളെപ്പോലെ ഒരു SI ആയാൽ നമ്മളൊക്കെ പേടിക്കണം അമ്മേ, അല്ലെങ്കിൽ നമുക്കൊക്കെ അത് വലിയ ബാധ്യതയാകുമെന്നും പറഞ്ഞുകൊണ്ട് അവരവിടെ ഇങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നയനെ അവിടെ ഇരിക്കുന്നു. അപ്പോഴേക്കും അനാമിക അങ്ങോട്ടേക്ക് കയറി വരുന്നു. നയനയെ കണ്ടപ്പോഴേക്കും അനാമിക വന്നതുപോലെ തന്നെ സ്വിച്ച് ഇട്ടതുപോലെ അവിടെ നിന്നു. എന്നിട്ട് ഇങ്ങനെ കീപ്പൊട്ടം നോക്കി ഇങ്ങനെ ഭയങ്കര പല്ലുകടിയൊക്കെ ആയിട്ട് നിൽക്കുക. പോയിട്ട് എന്തായി, നല്ല വാർത്തയൊന്നും കേട്ടില്ലേ എന്ന് നയനെ നേരെ ഇവളോട് ചോദിച്ചു. ഇവളൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോകാൻ നോക്കുക കേട്ടോ. അല്ല, ഞാൻ നിന്നോടാ ചോദിച്ചതെന്ന് നയന, നീ നിന്റെ വീട്ടിൽ പോയിട്ട് നല്ല വാർത്തകളൊന്നും കേട്ടില്ലെന്നാ ചോദിച്ചതെന്ന് പറയുമ്പം നല്ല വാർത്ത കേൾക്കാനൊന്നും അല്ല ഞാൻ പോയതെന്ന് അനാമിക നേരം പറയണം. ആര് പറഞ്ഞു അല്ല എന്ന്? നന്ദുവിനെ ക്യാമ്പിൽ നിന്ന് പുറത്താക്കിയെന്നുള്ള വാർത്ത കേൾക്കാനല്ലേ നീ നിന്റെ വീട്ടുകാരും കാത്തിരുന്നത്? എന്നിട്ടിപ്പോൾ എന്തായി എന്ന് ചോദിക്കുകയാണ് നയനെ. അവൾ പുറത്താകുന്നതിന് പകരം ആ ട്രെയിനർ പുറത്തായി അല്ലേ? നിങ്ങൾ എന്തിനെ പറ്റിയായി സംസാരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് അനാമിക. അയ്യോ, അവക്കൊന്നും അറിയത്തില്ല. അയ്യോ, നിനക്കറിയില്ലെങ്കിൽ നിന്റെ അച്ഛൻ്റെ കാര്യങ്ങൾ നന്നായിട്ട് അറിയാമെന്ന് നയനെ അന്നേരം പറഞ്ഞു. എനിക്കിപ്പം നിങ്ങളോട് സംസാരിക്കാനേ ഒട്ടും താല്പര്യമില്ല എന്നും പറഞ്ഞ് അനാമിക ഒഴിഞ്ഞു മാറുമെന്ന്. നന്ദു ക്യാമ്പിൽ നിന്ന് പുറത്തായിരുന്നെങ്കിൽ നിനക്ക് സംസാരിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നേനെ അല്ലേ? നിങ്ങൾക്കിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. ഒരു ചതിയനൊപ്പമല്ലേ നിങ്ങളിപ്പോൾ ജീവിക്കുന്നത്? ചതിയനോ? ആരാടി ചതിയൻ? നിങ്ങളുടെ ഭർത്താവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അങ്ങേരെ കണ്ടു പഠിച്ചിട്ടാ അനിയും വഴിതെറ്റി പോയതെന്നൊക്കെ പറയുമ്പം അല്ലാതെ നിന്റെ സ്വഭാവം കൊണ്ടല്ല അല്ലേ? എന്തായാലും നിന്റെ അത്രയും വഴി തെറ്റിയിട്ടില്ല അനിയും അവൻ്റെ ഏട്ടനും ഒന്നും. അപ്പം നിങ്ങൾ മനഃപൂർവ്വം വഴക്കിന് നിൽക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ സംസാരത്തിന് മറുപടി പറയുമ്പോൾ അതെങ്ങനെയാണ് വഴക്കാകുന്നതെന്ന് ചോദിച്ചു നയന. നിങ്ങളുടെ ചേച്ചി പോലും ഇപ്പം നിങ്ങളുടെ കൂടെ ഇല്ല, അവർക്ക് വരെ കാര്യങ്ങൾ മനസ്സിലായി. എന്നിട്ടും സ്വന്തം ജാള്യത മറിച്ച് ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുകയാണ് നിങ്ങളെന്ന് പറയുമ്പോൾ അങ്ങനെയാടി വേണ്ടത്. ഭർത്താവിനൊരു പിഴവ് സംഭവിച്ചാൽ അത് ലോകം മുഴുവൻ അറിയിച്ചിട്ട് അയാളെ കൊച്ചാക്കുകയല്ല വേണ്ടത്, അയാൾക്കൊപ്പം തന്നെ നിൽക്കുകയാണ് വേണ്ടത്. നീ ചെയ്യാത്തതും അത് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് അനിയെപ്പോലൊരു നല്ല പയ്യനെ നിനക്കിനി കണ്ടെത്താനേ ഭയങ്കര പ്രയാസമായിരിക്കുമെന്നും അത് മനസ്സിലാക്കാതെ അവൻ്റെ തെറ്റുകൾ മാത്രം കണ്ടെത്തിയിട്ട് അത് നിനക്ക് തെറ്റ് ചെയ്യാനുള്ളൊരു അവസരമായിട്ട് നീ എടുത്തുകൊണ്ട് നടക്കുകയാണെന്ന് പറഞ്ഞപ്പം അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ, എൻ്റെ ശൈലി മാറ്റാൻ എന്തായാലും തൽക്കാലം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അനാമിക പറഞ്ഞു. പിന്നെ നിങ്ങളുടെ അനിയത്തി വലിയ SI ഒക്കെ ആയെന്ന് കരുതി ഞങ്ങളാരും ഭയക്കുന്നുമില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് അനാമിക അവിടെ നിന്ന് പോയി. നയനയാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കാം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ജലജയൊക്കെ സംസാരിക്കുക. നന്ദുവിനെ പുറത്താക്കുമെന്ന് പറഞ്ഞ് അവരുടെ ട്രെയിനർ ശബ്ദം എടുത്ത് നടക്കുമായിരുന്നല്ലോ, അയാളുടെ ചീട്ട് കീറിയെന്നും പറഞ്ഞ് ജാനകിയോട് വന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചപ്പോൾ അയാളെ ട്രാൻസ്ഫർ ചെയ്തു, പകരം പുതിയ ആളും വന്നെന്നാണ് കേട്ടതെന്ന് ജലജ. ഇത് ചെയ്തതേ ഇവിടുത്തെ കാരണവർ തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ ജാനകിക്ക് ഭയങ്കര കലിപ്പ്. എന്ന് വെച്ചാലേ അച്ഛന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും മന്ത്രിമാരും ഒക്കെ ആയിട്ട് നല്ല ബന്ധമല്ലേ ഉള്ളതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. ആർക്കു വേണ്ടിയും അങ്ങനെ ശുപാർശയൊന്നും ചെയ്യാത്തത് കൊണ്ട് അച്ഛൻ വിളിച്ചു പറഞ്ഞാൽ ഉറപ്പായിട്ടും തലപ്പത്തുള്ളവർ കേൾക്കുക തന്നെ ചെയ്യും. അത് ശരിയാ, പക്ഷെ നമുക്ക് വേണ്ടി എന്തെങ്കിലും റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ അച്ഛൻ കേൾക്കത്തില്ലല്ലോ. എൻ്റെ ഒരു ബന്ധുവിൻ്റെ ജോലിക്കാര്യത്തിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് അച്ഛൻ കേട്ടതേ ഇല്ല എന്ന് പറഞ്ഞു ജാനകി. അതുമാത്രമാണോ, മൂർത്തീസ് ഗ്രൂപ്പിൻ്റെ ബന്ധുക്കളായി എത്രയോ പേര് ജോലി വേണമെന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും അച്ഛൻ ഇന്ന് വരെ ജോലി കൊടുത്തിട്ടുണ്ടോ? യോഗ്യതയുണ്ടെങ്കിൽ ജോലി കിട്ടും, അതാ അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അവൾക്ക് മാത്രം ഇത്ര പ്രത്യേകത എന്ന് ജാനകി ചോദിക്കുമ്പോൾ അയ്യോ, അവൾ ഇവിടുത്തെ പ്രിയപ്പെട്ട മരുമകളുടെ അനിയത്തിയല്ലേ, പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൾ SI ആയിട്ട് അനിയുടെ കയ്യും പിടിച്ച് ഇങ്ങോട്ട് വരാനാണ് ശ്രമിക്കുന്നതെന്നൊന്ന്. അനി അവളെ കാണാൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ
അവൾ വിളിച്ചു വരുത്തിയത് തന്നെയായിരിക്കും എന്നും പറഞ്ഞ് ജലജ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അവനോട് അവിടുത്തെ കഷ്ടപ്പാടുകളൊക്കെ അവൾ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. എന്ത് വന്നാലും ശരി, എൻ്റെ അനാമിക മോൾ ഇവിടുന്ന് നീക്കിയിട്ട് അവളിവിടെ വരില്ല എന്ന് ജാനകി പറഞ്ഞു. അന്നേരം അവളുമാർക്ക് വേണ്ടി അച്ഛൻ സ്വഭാവം പോലും മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് ജലജ. പിന്നെ അജയനും നന്ദുവിന് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യമാണല്ലോ. നന്ദുവിനെ കാണാൻ അനി പോയതിൻ്റെ പേരിൽ നീ അനിയെ തല്ലാൻ പോയപ്പോൾ നിന്റെ ഭർത്താവ് നിന്റെ കൈ തട്ടി മാറ്റിയത് നീ കണ്ടതല്ലേ? അജയേട്ടൻ അതിൻ്റെ പേരിൽ അവനെ തല്ലിയെന്ന് പറഞ്ഞല്ലോ. അതൊക്കെ വെറുതെ പറയുന്നത് എൻ്റെ ജാനകി. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഈ വീട്ടിൽ നമ്മൾ 1-2 പേർക്ക് ഒഴിച്ച ബാക്കി എല്ലാവർക്കും നന്ദു ഇവിടേക്ക് വരണമെന്ന് തന്നെ ആഗ്രഹം. നാളെ അത് സംഭവിക്കുകയും ചെയ്യും. സൂക്ഷിച്ചും കണ്ടൊക്കെ മുന്നോട്ട് പോയാൽ നിനക്ക് നിന്റെ മരുമകൾക്കും കൊള്ളാം. SI ആകാത്തപ്പോൾ പോലും അവൾ കണ്ണിൽ കണ്ട ആണുങ്ങളെയൊക്കെ ഓടിച്ചിട്ട് തല്ലുകയായിരുന്നു. അപ്പോൾ SI ആയി കഴിഞ്ഞാലോ? അപ്പോഴേക്കും ജാനകിക്ക് ഒരു പേടി. പിന്നെ നമുക്കൊന്നും ഇതിനകത്തെ ജീവിക്കാൻ പോലും പറ്റത്തില്ല എന്നും പറഞ്ഞു. പുറത്ത് പാള കെട്ടി വെച്ച് ജീവിക്കേണ്ടി വരുമെന്നും പറഞ്ഞ് അങ്ങനെ പറയുവാണ്. അല്ലെങ്കിലേ അവൾ നമ്മളുടെ നട്ടല് ഇടിച്ച് തകർക്കുകയും ചെയ്യും. പറഞ്ഞില്ലെന്ന് വേണ്ട എന്നും പറഞ്ഞ് ജലജ അവിടെ നിന്ന് അങ്ങ് പോയി. ജാനകിക്ക് ഭയങ്കര പേടി. ഇത് കഴിഞ്ഞതിന് ശേഷം നന്ദുവും തുഷാരയും കൂടെ ഇന്ന് സംസാരിക്കാം. ഒന്ന് വീട്ടിലെത്തിയതിന് ശേഷം ചിലരെയൊക്കെ കാണേണ്ട രീതിയിലൊന്ന് കാണേണ്ടതുണ്ട് തുഷാരേ എന്നും പറഞ്ഞ്. അപ്പോൾ എന്നാലും അയാൾ അവിടെ നിന്ന് ഇവിടെ വന്ന് നിനക്കിട്ട് പാര വെച്ച് കളഞ്ഞല്ലോ. എന്തായാലും സംശയിച്ച ആൾ തന്നെ പ്രതിയായിട്ട് വന്നല്ലോ. അതെന്തായാലും നന്നായെന്ന് നന്ദു അന്നേരം പറഞ്ഞു. ഇന്ന് രാത്രി നമുക്ക് ആ ട്രെയിനറെ ഒന്ന് കണ്ടാലോ? ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അയാൾ ഇവിടുന്ന് പോയില്ലേ? ഇനി മേലും നോവേണ്ടത് വേണുവിൻ്റെയും അയാളുടെ ഭാര്യയുടേതുമാണെന്ന കാര്യം നന്ദു അന്നേരം തുഷാരിയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഈ വേണുവും നമ്മുടെ ട്രെയിനറും തമ്മിൽ മുൻപരിചയം വല്ലതും ആയിരിക്കോ? അതോ ഇവിടെ വന്നതിന് ശേഷമുള്ള പരിചയമൊക്കെ ആയിരിക്കോ? മുൻപരിചയം ആവാനാണ് സാധ്യത. ചിലപ്പോൾ ഇവിടെ വന്ന് ട്രെയിനർ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് അയാൾക്ക് വല്ല കൈക്കൂലി കൊടുത്തു കാണും. അല്ലെങ്കിൽ ട്രെയിനറെ അറിയാവുന്ന ആരെയെങ്കിലും കൊണ്ട് അയാൾ സ്വാധീനിച്ചും കാണും. എന്ത് വൃത്തികേടും ചെയ്യാൻ മടിയില്ലാത്ത കൂട്ടത്തിലാണ് അനാമികയെന്ന് പറയുന്നവൾ. അവളെ അങ്ങനെയാക്കി മാറ്റിയതേ അവളുടെ അച്ഛനും അമ്മയും തന്നെയാണ്. അപ്പം പിന്നെ അയാൾ എന്ത് നെറുകേട് ചെയ്യുമെന്നുള്ളത് നിനക്ക് ഊഹിച്ചുകൂടെയെന്ന് ചോദിച്ചു. അതുകൊണ്ട് ഇപ്പം എന്തായടി? ട്രെയിനർ ഇപ്പോൾ പുറത്തായില്ലേ? ആദർശേട്ടനും ചേച്ചിയും ഇവിടെ വന്നതാ വഴിത്തിരിവായതെന്നും ഒരിക്കലും അല്ല എന്ന് അങ്ങനെ പറഞ്ഞു നന്ദു. അപ്പോൾ ഒരിക്കലുമല്ല, നിന്റെ കാമുകൻ ഇവിടെ വന്നതാണെന്ന് തുഷാര പറയുമ്പോൾ കാമുകനോ? അന്യൻ നിന്റെ കാമുകനല്ലാതെ അന്യനാണോ എന്ന് ചോദിച്ചു. അന്നേരം തുഷാര, നീ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ തുഷാരെ. ഒന്ന് ചുമ്മാതിരിക്കും എൻ്റെ മോളെ. നീ നിന്റെ ചേച്ചിയുടെ ഏട്ടൻ്റെയൊക്കെ മുന്നിൽ നല്ല പിള്ള ചമയുമായിരിക്കും. പക്ഷെ നിന്റെ ഉറക്കം കിടത്തുന്നത് അവനാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞപ്പം പക്ഷെ അവനെ എനിക്ക് ഒട്ടും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല എന്ന് നന്ദു. നിനക്ക് പറ്റില്ലായിരിക്കും, പക്ഷെ നിന്റെ മനസ്സിനെ പറ്റും. അത് നിനക്കറിയാവോ? നീ വിചാരിക്കുന്നിടത്ത് നിന്റെ മനസ്സ് നിൽക്കുന്നില്ല മോളെ. അത് തന്നെയാണ് സത്യമെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോവിന്ദേട്ടനും കനകവും കൂടി വീട്ടിലിങ്ങനെ ഇരിക്കാം. ഗോവിന്ദേട്ടാ, നവ്യമോള് വിളിച്ചായിരുന്നു. അവിടെ വീടാകെ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രേ. ആ ചന്തമോളുടെ ബർത്ത്ഡേ ആണെന്നും പറഞ്ഞു. ഗോവിന്ദേട്ടന് ഭയങ്കര വിഷമമായിട്ടോ. എന്നിട്ട് ഒരുക്കങ്ങളൊക്കെ നടത്തുന്നത് നയനമോളാണെന്നാണ് പറഞ്ഞത്. ഷോ, ഈ കൊച്ചിന് ഇത് എന്ത് സംഭവിച്ചെന്ന് അറിയില്ലല്ലോ കനകെ. അപ്പം അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത് ഗോവിന്ദേട്ടാ. അവളുടെ സ്വഭാവം വെച്ചിട്ട് ആദർശ് മോനോട് പിണങ്ങി പിരിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കേണ്ട സമയം കഴിഞ്ഞില്ലേ എന്ന് കനക അന്നേരം പറയാം. പിന്നെ എന്തിനാ അവളിങ്ങനെ കടിച്ചു തൂങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. നമ്മളെയൊക്കെ വേദനിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാകും കനകെ. അങ്ങനെ നിൽക്കുമ്പോഴേ പിന്നെയും ഫോൺ വരുന്നു. നയന ഫോൺ വിളിച്ചതാ. അമ്മേ, അടുത്ത ദിവസം ചന്തമോളുടെ ബർത്ത്ഡേ അപ്പം അമ്മയൊക്കെ വരുമെന്നറിയാനാണ് വിളിച്ചതെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ അറിഞ്ഞു കാര്യങ്ങളൊക്കെ. ഓ, ചേച്ചി വിളിച്ച് പറഞ്ഞു കാണുമായിരിക്കും അല്ലേ? എന്താ നയനമോളെ നിനക്ക് പറ്റിയത്? നീ എന്തൊക്കെയാ അവിടെ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? ഏതോ ഒരു പെണ്ണിൻ്റെ കുഞ്ഞിന് വേണ്ടി നീ ഇതിനെ വീടൊക്കെ ഇങ്ങനെ അലങ്കരിക്കുന്നേ? അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു. ഈ ചന്തമോളെന്ന് പറയുന്നവൾ നിൻ്റെ ആരാ? എന്നെ ഇപ്പം മോൾ അമ്മയെന്ന് അമ്മ വിളിക്കുന്നേ. അതുകൊണ്ട് എനിക്ക് ആ കുഞ്ഞു മോള് തന്നെയാണെന്ന് നയന കനകത്തിനോട് പറഞ്ഞു. ഓ, നിന്റെ കരണത്തൊന്ന് വെച്ച് തരാനും എനിക്ക് തോന്നുന്നതെന്നും പറഞ്ഞ് ദേഷ്യപ്പെടുക കനകം അന്നേരം നയനയോട്. ആദർശ ധീരൻ എന്ന മൂർത്തി സാറും പോലും പറഞ്ഞ നിന്റെ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പെൺകുട്ടികളും സഹിക്കാത്ത ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് അതിനിപ്പം നീ ന്യായീകരിച്ചുകൊണ്ട് നടക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോഴേക്കും അച്ഛൻ ഫോൺ അങ്ങ് മേടിച്ചു. ആ ഫോണിൽ വന്നേ എന്നും പറഞ്ഞു. അങ്ങനെ അച്ഛൻ ഫോൺ മേടിച്ചിട്ടും മോളെ ദേ ആ കുഞ്ഞിൻ്റെ അമ്മ സുഖമില്ലാതെ കിടക്കുകയാണെന്നാണ് മോൾ ഞങ്ങളോട് പറഞ്ഞത്. നാളെ അവൾ സുഖപ്പെട്ട് വന്നാൽ കുഞ്ഞിനെ വിളിക്കാൻ അമ്മയും വരില്ലേന്ന് ചോദിച്ചു. പിന്നെ മോൾക്ക് ആ ഒരു സ്ഥാനം ആ വീട്ടിൽ കാണുമെന്ന് ചോദിക്കുമ്പം അങ്ങനെ ചന്തമോളുടെ അമ്മ സുഖമായിട്ട് വന്നാൽ ഉറപ്പായിട്ടും ഞാൻ ഇവിടെ തന്നെ കാണുവച്ചാ. അതുകൊണ്ട് എനിക്ക് ഒരു ദോഷവും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് നയന പറഞ്ഞു. ഓ, അനന്തപുരിക്കാര് വലിയ കാശുകാരാണല്ലോ. അവർക്ക് മോളെ പോലെ കുറച്ച് പെൺകുട്ടികൾ അവിടെ നിന്നാലും പ്രത്യേകിച്ച് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് വീടും നോക്കി വീട്ടുകാരെയും സേവിച്ച് മോൾക്ക് അവിടെ കഴിച്ചു കൂട്ടാവെന്ന് അച്ഛൻ പറയുമ്പോൾ
അങ്ങനെ കടിച്ചു തൂങ്ങുകയൊന്നും അല്ല അച്ഛാ. ആദർശേട്ടൻ്റെ ഭാര്യയായി തന്നെ അന്തസ്സായിട്ട് ഞാനിവിടെ ജീവിക്കും, എല്ലാ അവകാശങ്ങളോടും കൂടി. മോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് അച്ഛൻ നയനയോട് അന്നേരം പറഞ്ഞു. ഒരിക്കലും ആദർശിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത പ്രവൃത്തികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും ഇനി ഞങ്ങൾക്കൊന്നും നിന്നോട് പറയാനില്ല എന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കുമ്പോൾ, അല്ല അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചു. ഇല്ല മോളെ, ഞങ്ങൾ വരത്തില്ല എന്ന് അച്ഛനും പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ മോളെ വഞ്ചിച്ചവൻ്റെ കുഞ്ഞിൻ്റെ ആഘോഷത്തിന് ഞങ്ങൾ ഒരു കാരണവശാലും പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് അച്ഛൻ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ ഇവളിത് എന്തു ഭാവിച്ചാണെന്ന് ഗോവിന്ദേട്ടൻ നയനയെ പറ്റി കനകത്തിനോട് ചോദിക്കുമ്പോൾ എനിക്കെങ്ങും അറിയില്ല എൻ്റെ ഗോവിന്ദേട്ട, നമ്മുടെ മോളുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കിതൊരു പിടി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ കനകെ, അബിയാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും വിഷമം ഉണ്ടാകില്ലായിരുന്നു. കാരണം മുമ്പത്തെ അബിയിൽ നിന്നും നമുക്കിതൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമല്ലേ. എന്നാൽ ആദർശ് മൂർത്തി സാറിൻ്റെ തനി പകർപ്പാ. ആ ആദർശ് എപ്പോഴാണ് വഴിതെറ്റിപ്പോയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്നൊക്കെ ഗോവിന്ദേട്ടൻ ഇങ്ങനെ നിന്ന് കനകയോട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നയനയ്ക്കെന്ന് സമ്മാനം കൊടുത്തതും അമ്മയും മോളും തമ്മിൽ സ്നേഹത്തിലായ നിമിഷമൊക്കെ ദേവയാനി ഇങ്ങനെ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ദേവയാനിയുടെ അരികിലേക്ക് നയന വന്ന് എന്താ അമ്മയെന്ന് ചോദിച്ചപ്പം ഇത് കാണിച്ചും കൊടുത്തു. മോളന്ന് സമ്മാനം മേടിച്ചത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും പറഞ്ഞു. ആ ഒരു സമയത്ത് അമ്മേ ഞാൻ ആകെ വിഷമത്തിലമ്മയെന്ന് നയന പറയാം. അപ്പോൾ ദേവേനി ചോദിച്ചു എന്ത് പറ്റിയെന്ന്. ചന്തുമോളുടെ ബർത്ത്ഡേക്ക് വരണമെന്ന് ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഫോണിലൂടെ ആയതുകൊണ്ട് എനിക്ക് തല്ല് കിട്ടിയില്ല എന്ന് നയന പറഞ്ഞു. അവരെ കുറ്റം പറഞ്ഞിട്ടേ ഒരു കാര്യമില്ലല്ലോ മോളെ. സത്യങ്ങൾ അറിയുന്നതിന് മുൻപ് ഞാനും മോളെ കുറ്റപ്പെടുത്തുക തന്നെയല്ലേ ചെയ്തത്. ആദർശിനെ തല്ലണമെന്ന് പോലും എനിക്കുണ്ടായിരുന്നില്ലേ എന്നൊക്കെ അമ്മ മോളോടും ചോദിക്കുക. അവരോട് സത്യങ്ങൾ പറയുന്നതായിരിക്കും മോളെ നല്ലതെന്ന് ദേവയാനി പറയുമ്പം, അങ്ങനെ പറഞ്ഞാൽ ആദർശേട്ടന് എൻ്റെ അച്ഛനും അമ്മയും വീണ്ടും സ്നേഹിച്ചു തുടങ്ങും. പക്ഷേ അബിയുടെ കാര്യം എന്ത് ചെയ്യും? അവനെ വെറുക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക. അങ്ങനെ അതുമാത്രമല്ല നവ്യേച്ചിയുടെ കാര്യം ഓർത്ത് അവർ സങ്കടപ്പെടുകയും ചെയ്യില്ലേ എന്ന് ചോദിച്ചു. ശരിക്കും പറഞ്ഞാലേ അവനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തൊലി ഉരിച്ച് നിർത്തുകയാണ് വേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്നേരം ദേവയാനി പറഞ്ഞു. ആദർശേട്ടൻ ഒരു തെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ആദർശേട്ടനെ ചോദ്യം ചെയ്യില്ല. കാരണം അമ്മയുടെ മോനെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് ദേവയാനിയോട് പറയാൻ നയന. എന്നാൽ അതുപോലെയല്ല നവ്യേച്ചിയുടെ കാര്യം. ഇപ്പം നവ്യേച്ചിക്ക് ആദർശേട്ടനോട് ഭയങ്കര വെറുപ്പാണ്. അത് അനക്കയും എന്നെയും വഞ്ചിച്ചതിലുള്ള വെറുപ്പാണെന്നുള്ള കാര്യം പറഞ്ഞ് നയന കാര്യം പറയുന്നു. അതുപോലെ തന്നെയായിരിക്കും സത്യങ്ങൾ തിരിച്ചറിയുമ്പോഴും സംഭവിക്കാൻ പോകുന്നത്. പിന്നെ അഭിയായിട്ട് ചേച്ചി ഒന്നിച്ച് ജീവിക്കില്ല എന്ന് ദേവയാനിയോട് പറയാം. അതുമാത്രമല്ല പിന്നെ അബിക്ക് കോടതി കയറേണ്ടതായിട്ടും വരുമെന്നുള്ള കാര്യവും നയന പറഞ്ഞു. ചേച്ചിയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇതൊക്കെ പരസ്യപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ള കാര്യവും പറഞ്ഞു. അങ്ങനെ വന്നാൽ അതിൻ്റെ നാണക്കേട് ഈ കുടുംബത്തിലുള്ളവർക്കും കൂടി അല്ലേന്ന് ചോദിച്ചു. എന്നാൽ പിന്നെ മോൾക്കും ആദർശനും ഒക്കെ എന്താ ശരിയെന്ന് തോന്നുന്നത് വെച്ച് അതങ്ങ് ചെയ്തേക്കാൻ പറഞ്ഞു അമ്മ. അങ്ങനെ അവർ തമ്മിൽ ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കാം. അമ്മ എന്തു പറഞ്ഞാലും അവരുടെ മനസ്സ് തിളക്കില്ല. അതുകൊണ്ട് അങ്ങോട്ട് പോകാതിരിക്കായിരിക്കും നല്ലത്. അതല്ല മോളെ, ഒരു തെറ്റും ചെയ്യാത്ത ആദർശിനെ അവരൊക്കെ വെറുക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ചെന്ന് പറയാമെന്ന് ദേവയാനി പറഞ്ഞത്. അതിനെന്തായാലും ഒരു മാറ്റം ഉണ്ടായേ പറ്റുമെന്ന് തറപ്പിച്ച് പറയുമ്പം എന്നാൽ പിന്നെ അമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. എനിക്കും ആദർശേട്ടനും അമ്മയ്ക്കും ഉൾപ്പെടെ ഈ വീട്ടിലുള്ള പലർക്കും സംഭവങ്ങളൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് പിന്നെ ഒന്നിനെക്കുറിച്ചും എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്ന് നയന ഇങ്ങനെ അവിടെ നിന്ന് ദേവയാനിയോട് പറഞ്ഞിട്ട് പോയി. ദേവയാനി തന്നെ ആ സത്യം പുറത്തു വിടാനായിട്ടുള്ള പരിശ്രമത്തിന് ഒരുങ്ങുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. എല്ലാവർക്കും നന്ദി.